ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ പ്രസക്തമാണ് എന്ന് ഒരു നിരീക്ഷണം ആദ്യം തന്നെ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് സാമൂഹ്യശാസ്ത്രത്തിൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും നിരവധി കോൺട്രാഡിക്ഷനുകളിലേക്കും നിരവധി വ്യത്യസ്ത ആശയങ്ങളിലേക്കും നിരവധി വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗാന്ധി എടുത്ത നിലപാടുകൾ, ജാതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ നിലപാടുകളും കാര്യങ്ങളൊക്കെ നിരവധി തലങ്ങളിൽ ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മളിവിടെ ഇത്തരത്തിലുള്ളൊരു ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു തരത്തിലുള്ളൊരു വായനയിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഗാന്ധിയുടെ പല തീരുമാനങ്ങളിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള 47-ന് ശേഷമുള്ള ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ പല ചിത്രങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ഇന്നത്തെ അവസ്ഥയും ആ കെട്ടിടങ്ങളെയും മറ്റു പല സാഹചര്യങ്ങളുമൊക്കെ ചിത്രീകരിക്കുന്ന ഒരു എക്സിബിഷനാണിത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഗാന്ധി ഒരുപക്ഷെ ഒരു അധിക വായനയായിപ്പോൾ എങ്കിലും പലപ്പോഴും പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ഇതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിരീക്ഷണം, പ്രത്യേകിച്ച് നാരായണ മാഷിനെ പോലുള്ള ആളുകളുടെയൊക്കെ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല ഇടങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം നിരവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമൊക്കെ അദ്ദേഹം തന്നെ മാറ്റുകയും പുനർവായനയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയൊരു കാഴ്ച, പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട വർഗീയതയുമായി ബന്ധപ്പെട്ട നിമിഷങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനെ വളരെ സജീവമായി ഇടപെട്ടതിൻ്റെ, നമ്മൾ ഈ എക്സിബിഷൻ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹം സഞ്ചരിച്ച വലിയൊരു വർഗീയ കലാപത്തിന് ശേഷം ആ ഒരു സ്ഥലം സന്ദർശിച്ചേണ്ട 42ഓളം വില്ലേജുകളുടെ ഒരു മാപ്പോട് കൂടിയാണ് നമ്മളിവിടെ എക്സിബിഷൻ ആരംഭിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം, മറ്റൊരു ഫേസ് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നതാണ്. ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് മതവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു ഹിന്ദു മുസ്ലിം വർഗീയ പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് നിലപാടാണ് അദ്ദേഹം എടുത്തത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ചിത്രം നമുക്കിത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു അധിക വായന എന്ന നിലയിൽ ഒരുപക്ഷെ ഗാന്ധി ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ജാതിയുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടിലേക്കാണ് അദ്ദേഹം സഞ്ചരിക്കുക എന്നുള്ളൊരു ചോദ്യം നമ്മളെ സംബന്ധിച്ച് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ ഒരു കൊളോണിയൽ പീരീഡിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരയ്ക്കപ്പെട്ടതും പകർത്തപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതുമായിട്ടുള്ള ഗാന്ധിയുടെ ഇമേജുകൾ തന്നെയാണ്, എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ അതിനോടനുബന്ധമായി കൊളോണിസത്തിന് ശേഷം വരുന്ന ഒരു കാലത്ത് ഗാന്ധിക്ക് മറ്റൊരു വായന സാധ്യമാണ് എന്നത് ഉറപ്പാക്കുന്ന ഒരു എക്സിബിഷനാണ് ഇത്.